റിവ്യൂസിനെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾ ഈ സിനിമ കാണാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. പറഞ്ഞു വരുന്നത് കാന്ത എന്ന സിനിമയെ പറ്റിയാണ്. ചിത്രം കണ്ടവർക്ക് പല അഭിപ്രായങ്ങളുണ്ടായേക്കാം. ഗംഭീര സിനിമയെന്ന് തോന്നിയവരും മോശമെന്ന് പറയുന്നവരും ഉണ്ടാകാം. പക്ഷേ കാന്ത എന്ന ഈ ചിത്രം പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട സിനിമയാകുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്ന ഒരാളുണ്ട്, ദുൽഖർ സൽമാൻ. 13 വർഷം നീണ്ട കരിയറിൽ പല ഉയർച്ച താഴ്ചകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരിക്കാം. മോശം പ്രകടനങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷേ കാന്തയിലെ TK മഹാദേവനായിട്ടുള്ള ദുൽഖറിന്റെ പ്രകടനത്തെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അക്ഷരാർത്ഥത്തിൽ ഉയിര് നൽകി ദുൽഖറിലെ അഭിനേതാവ് നടത്തിയ പ്രകടനം. പലപ്പോഴും നല്ലവനായ സൽസ്വഭാവിയായ അർബൻ നായകനായിട്ടായിരുന്നു ദുൽഖറിനെ പലരും പ്ലേസ് ചെയ്തിരുന്നത്. അതിലെല്ലാം തന്നെ അദ്ദേഹം മിന്നും പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. ചാർലിയും നീലാകാശവും OK കൺമണിയുമെല്ലാം ദുൽഖറിന് വേണ്ടി മാത്രം എഴുതപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു എന്ന് പറയാം. എന്നാൽ അതിനെല്ലാം അപ്പുറം ഒരല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള അരഗൻ്റായ കഥാപാത്രങ്ങൾ ചെയ്തു ഫലിപ്പിക്കാൻ ദുൽഖറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. വില്ലൻ ഷെയ്ഡ് വരുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ഗ്രിപ്പ് ദുൽഖറിന്റെ പ്രകടനത്തിൽ ഉണ്ടാകുന്നു. കാന്തയിലെ TK മഹാദേവൻ അത്തരത്തിൽ ഒരാളാണ്. തുടർച്ചയായി ബമ്പർ ഹിറ്റുകൾ നൽകിയ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായ TKM എന്ന സൂപ്പർ താരത്തെ അത്രമേൽ മെയ്വഴക്കത്തോടെയാണ് ദുൽഖർ അവതരിപ്പിച്ചിരിക്കുന്നത്. അയാളിലെ നടപ്പും ഗർവും തലയെടുപ്പും അഭിനയ പ്രാവീണ്യമൊക്കെ ദുൽഖറിലേക്ക് എത്തുമ്പോൾ മികവേറുകയാണ് ചെയ്തത്. നടിപ്പ് ചക്രവർത്തി എന്ന് വിളിക്കുന്ന ഒരു അഭിനേതാവിനെ അവതരിപ്പിക്കാൻ തനിക്കാദ്യം ഭയമായിരുന്നുവെന്ന് ദുൽഖർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ തെല്ലും സംശയം ഉളവാക്കാതെ നടിപ്പ് ചക്രവർത്തിയുടെ ആ നടിപ്പിനെ ദുൽഖർ സ്ക്രീനിലെത്തിച്ചു. സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ അഭിനയ രംഗങ്ങളും അതിനു പുറത്തുള്ള സ്വാഭാവിക രംഗങ്ങളുമെല്ലാം തൻ്റെ പ്രകടനത്തിലൂടെ തരംതിരിച്ചെടുക്കാൻ ദുൽഖറിന് സാധിച്ചു എന്നിടത്താണ് അയാളിലെ അഭിനേതാവും കാന്തയും വിജയിക്കുന്നത്. തെല്ലിട മാറിപ്പോയാൽ അല്പം ഓവറല്ലേ എന്ന് തോന്നിയേക്കാവുന്ന അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളമുണ്ട്. അവിടെയെല്ലാം ദുൽഖറിലെ TK മഹാദേവൻ തീർത്തും സേഫ് തന്നെയായി നിൽക്കുന്നു. അളന്നു മുറിച്ച പ്രകടനം. ചിത്രത്തിൽ പ്രധാനപ്പെട്ട 2 സീനുകൾ എടുത്തു പറയേണ്ടി വരും. സമുദ്രകനിയുമൊത്തുള്ള കോമ്പിനേഷൻ സീനും കണ്ണാടിക്ക് മുന്നിലുള്ള രംഗവും. സിംഗിൾ ഷോട്ടിൽ ഒരു ലോങ് സീനായി പോകുന്ന ഈ ഇടങ്ങളിൽ കണ്ണുകൾ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും ദുൽഖർ നടത്തുന്നത് അയാളിൽ ഇനിയുമേറെ പ്രകാശിപ്പിക്കാൻ ബാക്കിയുണ്ട് എന്ന തെളിവ് കൂടിയാണ്. പലപ്പോഴും മലയാളത്തിലേക്ക് എത്തുമ്പോൾ ദുൽഖർ എന്ന ആക്ടറിനെ ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ഒരു അർബൻ ചാമിനപ്പുറം ദുൽഖറിലെ അഭിനേതാവിനെ എക്സ്പ്ലോർ ചെയ്യാൻ മലയാളി സംവിധായകർ തയ്യാറാകണം. കാന്തയും മഹാനടിയും ലക്കി ഭാസ്കറുമെല്ലാം മലയാളത്തിലും സംഭവിക്കണം. അവിടെയെല്ലാം ദുൽഖർ സൽമാനിലെ അഭിനേതാവിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ സാധിക്കണം. കാന്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദുൽഖറിലെ അഭിനേതാവിലെ നിറം മങ്ങിയിട്ടില്ലെന്നും യാത്ര ഇനിയുമേറെ ബാക്കിയുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. കിങ് ഓഫ് കൊത്ത എന്ന ഒരൊറ്റ പരാജയ സിനിമയുടെ പേരിൽ ഇന്നും വേട്ടയാടുന്ന അയാളിലെ അഭിനേതാവിനെ പഴിക്കുന്നവർക്ക് കൂടി കാന്ത ശക്തമായ മറുപടിയാകുന്നു.